പ്രഭാതഭേരി. കായിക പ്രതിഭകളുടെ നാടാണ് നമ്മുടേത്. മലബാറിലെ ഫുട്ബോൾ ആവേശം മുതൽ അത്ലറ്റിക്സ്, വോളിബോൾ, ഹോക്കി, ക്രിക്കറ്റ് തുടങ്ങി വിവിധ ഇനങ്ങളിൽ രാജ്യത്തിന് അഭിമാനമായ ഒട്ടേറെ താരങ്ങളെ കേരളം സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും പുതിയ പ്രതിഭകളെ സമൂഹത്തിന് പരിചയപ്പെടുത്താനും കായിക മാധ്യമ പ്രവർത്തനം അഥവാ സ്പോർട്സ് ജേർണലിസം വഹിച്ച പങ്ക് വളരെ വലുതാണ്. കായിക വാർത്തകൾ പത്രങ്ങളിലും റേഡിയോയിലും ടെലിവിഷനിലും മാത്രമല്ല, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും പോഡ്കാസ്റ്റുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും തത്സമയം പ്രേക്ഷകരിലെത്തിക്കുകയാണ്. ലോക സ്പോർട്സ് ജേർണലിസം ദിനമായ ഇന്ന് കേരളത്തിലെ കായിക മാധ്യമ പ്രവർത്തനത്തിന്റെ വളർച്ചയും അതിന്റെ സാമൂഹിക ഉത്തരവാദിത്വവും ഭാവി സാധ്യതകളും പരിശോധിക്കുകയാണ് പ്രഭാതഭേരി. കേരളത്തിൽ കായിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് അച്ചടി മാധ്യമങ്ങൾ വലിയൊരു പങ്കും വലിയൊരു പ്രേരക ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും സ്പോർട്സ് ജേർണലിസ്റ്റുമായ പ്രവീൺ ചന്ദ്രൻ പ്രാദേശിക മത്സരങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ വളർന്നു വരുന്ന കായിക താരങ്ങളെ ജനപ്രിയരാക്കുകയും ഒരു കായിക സംസ്കാരം വളർത്താനും അച്ചടി മാധ്യമത്തിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല കായിക ഇനങ്ങളും ഇത്രയും ജനപ്രീതിയാക്കേണ്ട കാരണങ്ങൾ അച്ചടി മാധ്യമമാണ്. ഉദാഹരണത്തിന് എടുത്തു പറയുന്നത് നമ്മുടെ സ്കൂൾ ഗെയിംസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കായിക മേളയാണ്. അതിൻ്റെ ആവേശവും അത് ഇത്രയും സെലിബ്രേറ്റ് ചെയ്തത് അച്ചടി മാധ്യമങ്ങൾ മാത്രമാണ്. ഒരു കായിക മേള നടക്കുമ്പോൾ അതിൽ നിന്ന് വളർന്നു വരുന്ന താരങ്ങളുടെയും അവരെ പരിശീലകരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെയൊക്കെ കാര്യങ്ങളും അച്ചടി മാധ്യമങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തു. അതുവഴി ജനങ്ങൾ അറിയുകയും വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ഈ വാർത്തകളെല്ലാം പ്രചോദനമായും ചെയ്തു. 80കളിലും 70കളിലും കായിക താരങ്ങളുടെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിച്ചത് അച്ചടി മാധ്യമം തന്നെയാണ്. PT ഉഷ പോലത്തുള്ള ഒരു താരം ഉത്ഭവിച്ചത് തന്നെ ഈ അച്ചടി മാധ്യമത്തിലൂടെയാണ്. ഒരു പത്രത്തിൽ കണ്ടൊരു ചെറിയ വാർത്ത, ഇന്ന കായിക ഡിവിഷനിൽ കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന വാർത്ത ഉഷയുടെ അച്ഛൻ്റെ കണ്ണിൽ പെട്ടതുകൊണ്ടാണ് ഉഷ എന്ന അത്ലീറ്റിനെ നമുക്ക് കിട്ടിയത്. ആ വാർത്ത ഒരുപക്ഷെ ഉഷയുടെ അച്ഛൻ അത് കണ്ടില്ലായിരുന്നെങ്കിൽ ഉഷ എന്ന ഒരു കായിക താരത്തിനെ നമ്മളാരും കാണത്തില്ല. മലയാളം മാധ്യമങ്ങളിൽ ഉള്ള ഡെഡിക്കേറ്റഡ് സ്പോർട്സ് പേജ് ലോകത്തിലെയും പല കായിക ഇനങ്ങളുടെയും പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുത്തതും അച്ചടി മാധ്യമങ്ങളിലൂടെയാണ്. ഒരു പ്രദേശത്ത് ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അച്ചടി മാധ്യമങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ: എനിക്ക് ഇത്ര ഉയരങ്ങളിൽ എത്താൻ പ്രധാന ഒരു പങ്ക് വഹിച്ചിട്ട ആൾക്കാരാണ് നമ്മുടെ പത്രക്കാരും TV റേഡിയോ ചാനൽ എല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ നമുക്ക് ഫോണുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. പക്ഷെ ആണെങ്കിൽ എന്റെ വാർത്തകളെല്ലാം വന്നുകൊണ്ട് പത്രത്തിലൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാൻ സ്പോർട്സിലേക്ക് വന്നത് ഇടുക്കി രാജാക്കാടിന് കൊച്ചുമുല്ലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നത്. അവിടെ രാജാക്കാട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ സ്പോർട്സിലേക്ക് വന്നത്. എന്റെ ഓരോ ഉയർച്ചയ്ക്കും പിന്നിൽ പത്രക്കാരെ തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരുടെ ഒറ്റൊരു സപ്പോർട്ട് കൊണ്ട് ഞാൻ ലോകം മൊത്തം അറിയാനും എനിക്ക് വേറെ മേഖലകളിൽ പേരെത്തിപ്പെടാനും സഹായിച്ചതായിരുന്നു. കായിക നിരീക്ഷകനും കമന്റേറ്ററുമായ അഡ്വക്കേറ്റ് G. ഉണ്ണികൃഷ്ണൻ: ലോക കായിക ഭൂപടത്തിൽ ഇന്ത്യയും കേരളവും ഒന്നും അല്ലെങ്കിലും നമുക്ക് കേരളത്തിന് മഹത്തായ ഒരു കായിക പാരമ്പര്യമുണ്ട്. നമ്മുടെ മാത്രമായ നാടൻപന്തുകളി തുടങ്ങി തദ്ദേശീയമായ പല കളികൾ പോലും പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന വാമൊഴിയായും വരമൊഴിയുമായ ആട്ടം. കായിക ഇനങ്ങളോട് നമുക്ക് മലയാളികൾക്ക് ഒരുതരം ഭ്രാന്തമായ അഭിനിവേശമാണ്. ഒരു ശരാശരി ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കറിനെ ദൈവമായി കരുതുന്നെങ്കിൽ കേരളീയൻ അതുക്കും മേലെയാണ്. അതുകൊണ്ടാണ് ലോകകപ്പ് ഫുട്ബോൾ സമയത്ത് ആ ബ്രസീലിലും അർജന്റീനയിലും പോലും ഇല്ലാത്ത 40 അടി 50 അടിയൊക്കെ ഉള്ള ഉയരമുള്ള ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ വരുന്നത്. ടെലിവിഷൻ പ്രക്ഷേപണം കേരളത്തിൽ ആരംഭിച്ചത് വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് ഇത്രയധികം താല്പര്യങ്ങൾ ഓരോ മത്സര ഇനങ്ങളിലും ഉണ്ടാക്കിത്തരാനായിട്ട് ഏറ്റവും പ്രാധാന്യം വഹിച്ചത് പത്രങ്ങളാണ്. കായിക വിജ്ഞാന സംസ്കാരം ഇവിടുത്തെ കായിക ജേർണലിസ്റ്റുകൾ, സ്പോർട്സ് ജേർണലിസ്റ്റുകൾ തന്നിരുന്നു. നമ്മളുടെ പാഠ്യപദ്ധതികളിൽ പോലും പെലെയും ജെസി ഓവൻസും മുഹമ്മദ് അലിയും ഉണ്ടായിരുന്നു. ഇന്ന് വേൾഡ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഡേ ആണ്. ലോകത്തിലെ ഏറ്റവും ഭ്രാന്തമായ കായിക മാമാങ്കത്തിൻ്റെ ഒത്ത നടുവിൽ ഇതിനേക്കാൾ നല്ലൊരു സമയം സ്പോർട്സ് ജേർണലിസ്റ്റുകൾക്ക് ആദരിക്കാൻ ഇല്ല. മലയാളി ഒരിക്കൽ പോലും കണ്ട് ആസ്വദിക്കാത്ത, പിന്നീട് യൂട്യൂബിൽ ആസ്വദിക്കുന്ന വീഡിയോയാണ്, കണ്ട് ആസ്വദിക്കാത്ത ബെക്കൻ ബോവറും യോഹാൻ ക്രൈഫും ഫാക്ചെറ്റിയും ഒക്കെ ഇവിടെ താരങ്ങളായിരുന്നത് അന്നത്തെ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ എഴുതി താരങ്ങളാക്കിയാണ്.
പെലെ അടക്കം സ്പോർട്സ് ജേർണലിസ്റ്റുകൾ, സ്പോർട്സ് വിജ്ഞാനം ഇവിടുത്തെ ഓരോ മലയാളിയുടെയും താല്പര്യത്തിനെ വർഷങ്ങളോളം കൊണ്ടു നടക്കാനും അത് മനസ്സിലിട്ട് താലോലിക്കാനും സഹായിച്ചിരുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയായ ഒരു കാര്യമാണ്. മനോരമ ന്യൂസ് സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് NK ഗിരീഷ്. ടെലിവിഷനിൽ വരുമ്പോൾ ചമത്കാരമായ ഭാഷ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് സമയപരിമിതി തന്നെയാണ്. ഇപ്പോൾ ഒരു ഫുട്ബോളിന്റെ ഒരു റിപ്പോർട്ട്, ഒരു വാർത്താ ബുള്ളറ്റിനിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട്. ആ പരിമിതിക്ക് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. മാത്രമല്ല, നമ്മൾ അത്രയും വിശദമായ ഒരു ഗോൾ വിവരിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും തത്സമയം കണ്ട ശേഷം വീണ്ടും ടെലിവിഷനിൽ തന്നെ ഇത് കാണുകയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ നമ്മൾ പത്രങ്ങൾ ഉപയോഗിക്കുന്ന ആ വായനയുടെ രീതിയിൽ നിന്ന് മാറി കാഴ്ചയുടെ രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾക്കനുസരിച്ച് അതിന് സ്ക്രിപ്റ്റ് എഴുതുക എന്ന രീതിയിൽ ഈ ഫുട്ബോൾ റിപ്പോർട്ടിംഗ് മാറും. റൈറ്റിംഗ് ഫോർ ദ വിഷ്വൽസ്. അതിപ്പോൾ നമ്മൾ ഫുട്ബോളിന് മാത്രമല്ല, ഏത് വാർത്താപരമായ സംഭവങ്ങൾ എടുത്താലും നമ്മൾ ദൃശ്യങ്ങളുടെ ഒരു പിന്തുണയുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റ് എടുത്ത് ആയി ഈ റിപ്പോർട്ടിംഗ് മാറും. കളിക്കളത്തിലാകുമ്പോൾ പ്രത്യേകിച്ചും, അതിപ്പോൾ ഫുട്ബോൾ മാത്രമല്ല, ക്രിക്കറ്റ് ആയാലും ഏതായാലും നമ്മൾ ആ ദൃശ്യം തന്നെ കാണിക്കുകയാണ്. അപ്പോൾ അതിന് ഉപോത്ബലകമായ ഒരു വാർത്ത മാത്രം നമ്മൾ ചെയ്താൽ മതിയാകും. ആ രീതിയിലേക്ക് ആ റിപ്പോർട്ടിംഗ് മാറി. പിന്നീട് ഈ അവതരണത്തിലും പല രീതിയിൽ മാറി. ഇപ്പോൾ ഇഷ്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞുള്ള അവതരണം, അങ്ങനെ പല രീതിയിലുള്ള ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ കൂടുതൽ പ്രേക്ഷകരെ കിട്ടാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഒരു പ്രധാന പ്രതിസന്ധി, ഇപ്പോൾ ഈ തത്സമയ സംപ്രേഷണത്തിന് വിവിധ തരത്തിലുള്ള പകർപ്പവകാശ നിയമങ്ങളുണ്ട്. ഓരോ ചാനലുകൾക്ക് അവരുടേതായ പകർപ്പവകാശ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് ആ ദൃശ്യങ്ങളൊന്നും അതുപോലെ അങ്ങ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ചിത്രങ്ങൾ ഉപയോഗിച്ചും അല്ലെ മറ്റു പല രീതികളിലുമൊക്കെയാണ് ഈ ദൃശ്യത്തിൽ ഈ വാർത്ത പറഞ്ഞു പോകുന്നത്. ആ ഒരു വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി നമ്മൾ ആ കളിയുടെ നിയമങ്ങൾ, അതുപോലെ തന്നെ ഈ എങ്ങനെയാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ പ്രേക്ഷകരെ കണ്ടെത്തുക എന്നുള്ള ഒരു രീതി തന്നെയാണ്. ആകാശവാണിയുടെ സ്പോർട്സ് വിഭാഗം മുൻ മേധാവിയും കമന്റേറ്ററുമായ വി ശിവകുമാർ. ലോകത്തെമ്പാടും നടക്കുന്ന കായിക മത്സരങ്ങളുടെ തത്സമയ പ്രക്ഷേപണം, ദൃക്സാക്ഷി വിവരണം ഒക്കെ റേഡിയോ എന്ന മാധ്യമത്തെ പൊതുജനങ്ങളോട് അടുപ്പിക്കുന്നതിന് സഹായിച്ചു എന്ന് തീർച്ചയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലാണെങ്കിൽ ക്രിക്കറ്റ് പോലൊരു കളി ജനകീയമാക്കാൻ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച മാധ്യമം റേഡിയോ തന്നെയാണ്. TV ഇന്ത്യയിൽ 1982 അടുപ്പിച്ചാണ് ജനകീയമാകുന്നത്. പക്ഷേ 1940 മുതൽ 50 മുതൽ അല്ലെങ്കിൽ തുടക്കം മുതലേ തന്നെ ക്രിക്കറ്റ് കോമന്ററി, ഫുട്ബോൾ കോമന്ററി ഒക്കെ വഴി ജനങ്ങളെ നമുക്ക് ചുറ്റും നടക്കുന്ന കായിക മത്സരങ്ങളുടെ ആവേശം നിറഞ്ഞ പോരാട്ടങ്ങളുടെ തത്സമയ വിവരണം നൽകി നമ്മൾ കളി കാണുന്ന പോലെയുള്ള പ്രതീതി ജനിപ്പിക്കാൻ റേഡിയോയ്ക്ക് സാധിച്ചിരുന്നു എന്നും. നാഗവള്ളി RS കുറുപ്പ്, സതീഷ് ചന്ദ്രൻ ഒക്കെ നൽകിയ ദൃക്സാക്ഷി വിവരണങ്ങൾ, പ്രത്യേകിച്ച് നെഹ്റു ട്രോഫി വള്ളംകളി, മുൻപ് നാട്ടിൽ നടന്നിരുന്ന ഫുട്ബോൾ മത്സരങ്ങൾ, സന്തോഷ് ട്രോഫി ഒക്കെ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. റീപ്ലേ ഒന്നും കാണാൻ ഉള്ള അവസരമില്ലാഞ്ഞിട്ടും അത്യന്തം ആത്മാർത്ഥതയോടെ ഈ മത്സരങ്ങളൊക്കെ നടക്കുന്ന വേദിയിൽ നിന്നും ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ റേഡിയോയ്ക്ക് സാധിച്ചിരുന്നു. ഇന്നും റേഡിയോ കോമന്ററി ഇഷ്ടപ്പെടുന്ന TV വോളിയം മ്യൂട്ട് ചെയ്ത് റേഡിയോ കോമന്ററി കേൾക്കുന്ന ലക്ഷക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ ഇന്ത്യയിലുണ്ട്. ക്രിക്കറ്റ് ഇന്ത്യയിൽ പോപ്പുലർ ആക്കിയത് തന്നെ റേഡിയോ ആണെന്ന് പറയാം. പക്ഷേ ക്രിക്കറ്റിനോടൊപ്പം തന്നെ നാഷണൽ ഗെയിംസ്, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിങ്ങനെ അനവധി കായിക മത്സരങ്ങൾ ഇന്നും റേഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. TVയുമായി താരതമ്യം ചെയ്താൽ കുറച്ച് സെക്കൻഡുകൾ മുൻപ് തന്നെ വിവരണം ശ്രോതാക്കളിലേക്ക് എത്തുന്നു. സ്പീഡ്, ആക്യുറസി എന്നീ മേഖലകളിലൊക്കെ റേഡിയോ തന്നെയാണ് മുന്നിൽ. സ്പോർട്സ് പ്രക്ഷേപണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന അസംഖ്യം മാധ്യമ പ്രവർത്തകരെ നമുക്ക് ഇന്നത്തെ ദിവസം ജൂലൈ 2 സ്മരിക്കാം. ഡിജിറ്റൽ സ്പോർട്സ് അനലിസ്റ്റ് ജയേഷ് പൂക്കോട്ടൂർ. പത്രത്തിൽ നമുക്ക് പേജിന് ഒരു പരിധിയുണ്ട്. സാധാരണ സ്പോർട്സിന് ഒരു പേജാണുള്ളത്. ലോകകപ്പ് പോലെയുള്ള വലിയ ഇവന്റുകൾ വരുമ്പോൾ മാത്രം ചില പത്രങ്ങൾ 2 പേജ് മറ്റുമൊക്കെ മാറ്റിവെക്കാറുണ്ട്. ചാനലാകുമ്പോൾ സമയത്തിന് വലിയ പരിധിയുണ്ട്. പരസ്യം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം എയർ ടൈം കിട്ടുമെന്നുള്ളൊരു കാര്യം കൂടി നോക്കാനുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയം കിട്ടണമെന്നില്ല ചാനലിൽ. എന്നാൽ ഡിജിറ്റലിൽ നമുക്ക് ഇത്തരം ഒരു തരത്തിലുള്ള ആശങ്കകളോ വെല്ലുവിളികളോ ഇല്ല. നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമ്മുടെ വാർത്ത കൊടുക്കാം, നമ്മുടെ വീഡിയോ കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കൊരുപാട് സാധ്യതകളുണ്ട് അതിനകത്ത്. ഇപ്പോൾ എക്സ്പ്ലെയിനേഴ്സ് ടൈപ്പ് വീഡിയോകൾ, പോഡ്കാസ്റ്റുകളായിക്കോട്ടെ, ഇൻ്റർവ്യൂകളായിക്കോട്ടെ, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരു ഡ്യൂറേഷനെ കുറിച്ച് നമുക്കൊരു ആശങ്കയുമില്ല. 1 മണിക്കൂറിൽ കൂടുതൽ. സാധാരണ നമ്മൾ ചാനലിൽ നമ്മൾ കാണാറുള്ളത് ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂ ഒക്കെയാണ് പതിവ്, നമ്മുടെ ശീലം. പക്ഷെ നമുക്ക് ഡിജിറ്റലിൽ ഒരു തരത്തിലുള്ള പരിധിയില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ലോങ് കണ്ടന്റുകൾ, ലോങ് ഇന്റർവ്യൂകൾ, ലോങ് പോഡ്കാസ്റ്റുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്.
ഒപ്പം തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിവ്യൂ കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കണ്ടന്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഒരു മൊബൈലും ഒരു ചെറിയ മൈക്കും കയ്യിലുണ്ടെങ്കിൽ യാത്രയിൽ പോലും എൻ്റെ കണ്ടന്റ് മുടങ്ങില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ അടക്കം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം നമ്മുടെ മീഡിയം വഴി. മറ്റു മീഡിയത്തെ പോലെ ഔട്ടിറക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ നിരന്തരം അതിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏത് രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം, ഏത് രീതിയിൽ നമ്മൾ കണ്ടന്റുകൾ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം. ഒപ്പം തന്നെ എഐയുടെ കാലമാണ്. കിട്ടുന്ന വീഡിയോസിന്റെ ഒക്കെ ആധികാരികത നമ്മൾ ഉറപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് വന്നു പോവാറുണ്ട്. ഒറിജിനൽ ആണോ എഐ ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കായിക മാധ്യമ പ്രവർത്തനം മത്സരഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. തദ്ദേശീയരായ പ്രതിഭകളെ പരിചയപ്പെടുത്താനും യുവതാരങ്ങൾക്ക് ആത്മവിശ്വാസം പകരാനും സമൂഹത്തിൽ ആരോഗ്യകരമായ കായിക സംസ്കാരം വളർത്താനും മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതോടൊപ്പം കായിക സംഘടനകളിലെ അഴിമതികളും ക്രമക്കേടുകളും ചൂണ്ടിക്കാട്ടി പൊതു താൽപര്യം സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വവും മാധ്യമങ്ങൾക്കുണ്ട്. നമ്മുടെ കായിക രംഗം ഇത്രയേറെ ശക്തിപ്പെട്ടത് ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കൊപ്പം സ്കൂൾ, കോളേജ് തലങ്ങളിലെ കായിക മത്സരങ്ങൾക്കും തുല്യമായ മാധ്യമ ശ്രദ്ധ ലഭിച്ചതുകൊണ്ടാണ്. ഇത് കൂടുതൽ കുട്ടികൾ കായിക രംഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതിനും ആരോഗ്യകരമായ ഒരു സമൂഹം രൂപപ്പെടുന്നതിനും സഹായകരമായിട്ടുണ്ട് എന്നത് തർക്കമറ്റ വസ്തുതയാണ്.